നമസ്കാരം കുട്ടികൾക്കും സുമൻ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഇന്റഗ്രേഷനിലെ അടിപൊളി ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റൻ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു ചെറിയ കുഴപ്പം പോലെ തോന്നും. ഈ എക്സാമിന് സ്യൂട്ടബിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ ചോദിക്കാൻ പറ്റുന്നത്. ഈ ക്വസ്റ്റൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പം ഏതെങ്കിലും ഒരു മെത്തേഡ് ഒരാൾ ചോദിക്കും, ഇത് എങ്ങനെയായിരിക്കും ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു ആൻസർ ഉണ്ടാവണം. ആ മെത്തേഡ് അവിടെയാണ് നിങ്ങൾ വിജയിക്കുന്നത്. അത് പറയാൻ പറ്റിയാൽ നിങ്ങൾ ഓക്കെ ആയി. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയണം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തിരിച്ചറിയാൻ പഠിക്കണം. ഇന്റഗ്രേഷനിൽ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏത് മെത്തേഡാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടെയാണ് എല്ലാവരും ഫെയിൽ ആവുന്നത്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനും അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി പറയണം. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു കാരണം നോക്കിക്കാൻ മോനെ കണ്ടോ, റൂട്ട് എക്സ് കണ്ടോ, ടാനിനുള്ളിലൊക്കെ റൂട്ട് എക്സ്, സീക്കിനുള്ളിൽ റൂട്ട് എക്സ്, അങ്ങനെയൊന്നും വന്നാൽ നമുക്ക് ഒരിക്കലും ഇപ്പോഴത്തെ മെത്തേഡ് കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡേ പറ്റുള്ളൂ, വേറെ രീതി കൂടെ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റോ അതുപോലെ +2 റെഗുലറോ അല്ലെങ്കിൽ +2 സേയോ ഏത് രീതിക്കുള്ള ക്ലാസ്സും കിട്ടും, എല്ലാ സബ്ജക്റ്റിന്റെയും. ഓക്കെ, താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് ഫുള്ളിൽ എത്തിക്കുന്ന രീതിക്കുള്ള ക്ലാസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ആർക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? ആർക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വേരിയബിൾ ചിലപ്പോൾ യു ആയിരിക്കും, ചിലപ്പോൾ ടി ആയിരിക്കും. ഞാൻ ഇപ്പൊ യു ആയി യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഏതായിരിക്കും, ആർക്കായിരിക്കും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? ഒന്നൊന്ന് ആലോചിച്ചേ. എളുപ്പം, ഞാനത് കഴിഞ്ഞിട്ട് പറയാം. ഏതാന്ന് കിട്ടിയോ? നോക്കിക്കാൻ ഇവിടെ രണ്ട് റിലേഷൻ കണ്ടോ, sec². ഈ sec² എവിടെയെങ്കിലും കാണുമ്പോൾ അവിടെ പരിസരത്ത് എവിടെയെങ്കിലും ഒക്കെ ടാൻ മിക്കവാറും കാണും. ടാൻ ഇവിടെ tan⁴ ഉണ്ട്. നമുക്കത് വേണ്ട. ഈ tan⁴ ഒഴിവാക്കിയാൽ tan√x, ടാനിന്റെ ഡെറിവേറ്റീവ് ആണ് sec² ഉണ്ടല്ലോ. അപ്പൊ 4നെ നമ്മൾ എടുക്കണ്ട. അപ്പൊ നമ്മൾ വെറും tan√x ആരെന്ന് പേര് കൊടുക്കുക? യു. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ്, വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് tan√x? tan√x ഡെറിവേറ്റീവ് ശ്രദ്ധിച്ചോണേ, sec²√x തീർന്നില്ല. പിന്നെ √x എത്ര മോനെ? 1/2√x dx = du. ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്ന് വൃത്തിയാക്കി എഴുതിയാൽ ദാറ്റ് ഈസ് sec²√x / 2√x dx = du. ഒന്ന് വൃത്തിയാക്കി എഴുതി. ഒന്ന് നോക്കിക്കേ, നമുക്കിപ്പോ കിട്ടിയതും ക്വസ്റ്റ്യനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയോ മാച്ച് ആവുന്ന രീതി കൂടെ ഉണ്ട് അല്ലേ? sec²√x ഇവിടെയുണ്ട്, dx അതിവിടെയുണ്ട്, /√x അതിവിടെയുണ്ട്. അപ്പൊ അധികം ഒരു 2 ഇവിടെ കിട്ടി, നമുക്ക് ഇവിടെ ഇല്ല അല്ലേ? അപ്പൊ 2 ആണ് ഇവിടുത്തെ. ഇല്ലാത്തവൻ ഇവനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് sec²√x dx /√x dx = ആരായിട്ട് മാറി മോനെ? 2du. ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യനോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരാൾ അധികം 2, അങ്ങനെ അപ്പുറത്ത് കൊണ്ടുപോയേക്കണം, അത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഈ sec²√x dx /√x കൂടെ ചേർന്ന് 2du. ആരൊക്കെയാ നോക്കിക്കേ, ഞാൻ ഈ 3 റൗണ്ട് ഇട്ടേക്കുന്നവര് കണ്ടോ. ഈ 3 പേരെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, 1, 2, 3. ഈ 3 പേരിൽ ചേർന്നാൽ ആരായി മോനെ? 2du. അതിനങ്ങോട്ട് ഒന്ന് സ്പേസ് ഇട്ടിട്ട് മാറ്റി എഴുതുക. ഓക്കെ, 2du. പിന്നെ എഴുതാനുള്ള tan⁴√x, അവിടുത്തെ tan√x ആരാ മോനെ? യു അല്ലയോ? അങ്ങനെയാണെങ്കിൽ tan⁴ ആരായിട്ട് മാറും? u⁴. ഓക്കെ, ഇവിടെ ഒരു 2 ഒരു കോൺസ്റ്റന്റ് കിടക്കുന്നു. അവനെ ഇങ്ങ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 × u⁴ du. u⁴ എന്ന് പറഞ്ഞാൽ ആര് പോലെ മോനെ? x⁴. ഈ x⁴ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് xn ആണ്. xn+1/n+1. അപ്പൊ x⁴ എത്ര ആയിരിക്കും? x⁴ +1/4 +1 x⁵/5. അപ്പൊ u⁴ എത്ര ആയിരിക്കും മോനെ? u⁵5/5 + c. ഓക്കെ, തീർന്നു. ഇനി നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതണം. ഈ യുവിന് പ്ലേസിൽ വാല്യൂ കൊടുക്കണം. ആരാ മോനെ? tan√x. അപ്പൊ ഫൈനൽ ആൻസർ വരുന്നത് 2 × tan⁵√x / 5 + c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ നന്നായിട്ടൊരു നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇതൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്ന പുതിയ ക്വസ്റ്റൻ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കുറെ പഠിച്ചുകൊണ്ട് പോയാലും അതേപോലെ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ അനേകം ക്വസ്റ്റൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ ടെക്സ്റ്റ് ബുക്കിലെ മാത്രമായിട്ട് നിർത്തരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലെ ക്ലാസ്സുകൾ വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഒരു ചെറിയ ക്ലിക്കുകൾ ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.